ഹിപ്നോട്ടിസം, ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി. ഇതിൽ ഹിപ്നോതെറാപ്പി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഹിപ്നോതെറാപ്പി എന്നുള്ളത് ഒരു തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഹിപ്നോട്ടിസം ആൻഡ് ഹിപ്നോസിസ്? ഹിപ്നോസിസ് എന്നുള്ളത് ഒരു അവസ്ഥയാണ്, ട്രാൻസ് എന്ന ഒരു അവസ്ഥ. ആ ട്രാൻസിലേക്ക് എത്തിക്കുവാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഹിപ്നോട്ടിസം. അപ്പോൾ നമ്മുടെ അടുത്ത് നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹിപ്നോതെറാപ്പിയും മറ്റു കാണുന്ന CBT, NLP, RBT പോലെയുള്ള സൈക്കോ തെറാപ്പിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ ഏറ്റവും വലിയ ടൂളാണ് ആ ട്രാൻസ് എന്ന ഹിപ്നോസിസ് എന്നൊരു അവസ്ഥ. ഓക്കെ, അതായത് മറ്റുള്ള എല്ലാ സൈക്കോ തെറാപ്പിസ്റ്റും നമ്മൾ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിലാണെങ്കിൽ, അത് നോർമൽ മൈൻഡിലാണെങ്കിൽ, ഹിപ്നോതെറാപ്പി നമ്മൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടും വളരെ വേഗത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.